അപ്പോൾ ന്യൂസിലൻഡിൽ വിൻ്റർ തുടങ്ങിയില്ല. അതിന് മുന്നേ തന്നെ ദേ സൈക്ലോണും റെയിനും എല്ലാം തുടങ്ങി. അപ്പോൾ ഈ വെതറിൽ എല്ലാവർക്കും കുറച്ച് ഫ്രൈഡ് ഐറ്റംസ് ആയിരിക്കും ഇഷ്ടം അല്ലേ? എനിക്കും അത് തന്നെ. പക്ഷേ ഇന്നൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് എഗ് പഫ്സ് ഉണ്ടാക്കിയാലോ? എഗ് പഫ്സ് എനിക്കറിയാം, എല്ലാവർക്കും അറിയുന്നൊരു റെസിപ്പിയെ ഭയങ്കര ഈസി ആയിട്ട് റെസിപ്പിയാണെന്നും അറിയാം. പക്ഷേ ഇന്ന് ഞാനൊരു ഐഡിയ വെച്ച് ഒരു വേറെ ടൈപ്പായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അതെന്താണെന്ന് പറയട്ടെ. ഞാൻ ആദ്യം പാനിനകത്ത് കുറച്ച് എണ്ണയ്ക്കകത്ത് ജീരകം, പെരുംജീരകം, ഇഞ്ചി, ഗ്രീൻ ചില്ലീസ്, കരിയാപ്പില, കുറേ ആദ്യം ഉള്ളി, ഉപ്പും കൂടെ ഇട്ട് വഴറ്റി. അതിങ്ങനെ ഒന്ന് കളറാകുമ്പോൾ കുറച്ച് പെപ്പറും ഗരം മസാലയും കൂടെ ഇടാം. പിന്നെ എന്താ, നമ്മുടെ ഈ ഷീറ്റിനകത്തോട്ട് ഇത് വെച്ചിട്ട് ഞാൻ ബോയിൽഡ് മുട്ട ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ടാണ് ഇതിനകത്ത് വെച്ചത്. അതായിരുന്നു എൻ്റെ ഒരു ഐഡിയ. എനിക്ക് മുട്ട ഇച്ചിരി കുറവായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ റെഡിയായി പാക്ക് ചെയ്ത് കഴിഞ്ഞ് പാലോ എഗ് വൈറ്റോ വെച്ച് നമുക്ക് ബ്രഷ് ചെയ്യാം. പിന്നെ ഒരു പ്രീ ഹീറ്റഡ് അവനിൽ ഒരു 20-25 മിനിറ്റ്സ് ബേക്ക് ചെയ്യാം. ദേ നമ്മുടെ മുട്ട പഫ്സ് റെഡി. കുറച്ച് ചൂട് ചായയുടെ കൂടെ നല്ല അടിപൊളിയായിരുന്നു. നമ്മൾ കുറച്ച് എഗ് ഇങ്ങനെ കടിക്കാൻ വരെ കിട്ടി. അതുകൊണ്ട് ഐ ഫീൽ ഇറ്റ് വാസ് മച്ച് ഡിഫറെൻറ്റ് ദാൻ ദ നോർമൽ മുട്ട പഫ്സ്. ഡു ട്രൈ ഇറ്റ് ഗൈസ്.